അമിതമായ സ്ക്രീൻ ഉപയോഗം മൂലം നിങ്ങളുടെ കുട്ടികളുടെ ഗ്ലാസ് പവർ കൂടി വരുന്നുണ്ടോ? വിഷമിക്കേണ്ട, അത് കൺട്രോൾ ചെയ്യാനുള്ള വഴികളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. വെൽക്കം ടു ഐ ഡോക്ടർസ് ദ സയൻസ് ഓഫ് സൈറ്റ്. ടിപ്പ് നമ്പർ 1, കുട്ടികളിലെ ഔട്ട്ഡോർ ആക്ടിവിറ്റി മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ദിവസം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനായി ചെലവഴിക്കുക. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടുതലായുള്ള കുട്ടികളിൽ മയോപ്പിയ പ്രോഗ്രഷൻ കുറവായിട്ടാണ് കാണുന്നത്. ടിപ്പ് നമ്പർ 2, പ്രോപ്പർ റീഡിംഗ് ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. കസേരയിലിരുന്ന് മേശയിൽ പുസ്തകം നോക്കി വായിക്കുക. അരണ്ട വെളിച്ചത്തിലുള്ള വായനയും കിടന്നുകൊണ്ടുള്ള വായനയും ഒഴിവാക്കുക. ടിപ്പ് നമ്പർ 3, സ്ക്രീൻ കൺട്രോൾ ചെയ്യുക. മിനിമം സ്ക്രീൻ ടൈം മാത്രം ഉപയോഗിക്കുക. 30 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രം ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുക. 20-20-20 റൂൾ ഫോളോ ചെയ്യുക. അതായത് 20 മിനിറ്റ് നേരം സ്ക്രീൻ ഉപയോഗിച്ച് 20 സെക്കൻഡ് നേരം 20 അടി ദൂരേക്ക് നോക്കാൻ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 4, സമീകൃത ആഹാരം കഴിക്കുക. ടിപ്പ് നമ്പർ 5, ദിവസം കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. കണ്ണുകൾക്ക് റെസ്റ്റ് കൊടുക്കുക. ടിപ്പ് നമ്പർ 6, എല്ലാ 6 മാസം കൂടുമ്പോഴും കണ്ണ് പരിശോധന കൃത്യമായി നടത്തുക. ടിപ്പ് നമ്പർ 7, ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അട്രോപ്പിൻ ഐ ഡ്രോപ്സ് ഉപയോഗിക്കുക. ലോങ് ടേം ഉപയോഗിക്കുന്നതിലൂടെ മയോപ്പിയ പ്രോഗ്രഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ടിപ്പ് നമ്പർ 8, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് പെരിഫറൽ ഡീഫോക്കസിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്ന മയോകെയർ ടൈപ്പ് ഓഫ് ഗ്ലാസസ് ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികളുടെ മയോപ്പിയ പ്രോഗ്രഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.